നമ്മളിന്ന് പേജ് നമ്പർ 14 2 ചോദ്യങ്ങൾ ചെയ്തേക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ പ്രൈസ് ഓഫ് 4 pen and 3 pencils is 66 rupees. The price of 7 pens and 3 pencil is 111 rupees. What is the price of a pen? The price of a pencil. 4 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 66 രൂപയാണ്. 7 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 111 രൂപയാണ് എങ്കിൽ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ പെൻ? ഒരു പേനയുടെ വില എത്രയാണ്, ഒരു പെൻസിലിൻ്റെ വില എത്രയാണ് നോക്കാം. ഇവിടെ നമ്മൾ പെന്നിൻ്റെ വില, ദ പ്രൈസ് ഓഫ് എ പെൻ എന്നത് എക്സ് ആയിട്ടും പെൻസിലിൻ്റെ വില പ്രൈസ് ഓഫ് എ പെൻസിൽ, ഒരു പെൻസിലിൻ്റെ വില എന്നത് വൈ ആയിട്ടും കൺസിഡർ ചെയ്യുക. ഇത് രണ്ടും അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യുന്നു. നമുക്ക് രണ്ട് വില അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അറിഞ്ഞുകൂടാത്തൊരു വാല്യൂ ആയ എക്സോ വൈയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം എന്താണ് പറഞ്ഞിരിക്കുന്നത്? 4 പേനയുടെയും 3 പെൻസിലിൻ്റെയും വില 66 എന്നാണ്. അപ്പം 4 എക്സ് പ്ലസ് 3 വൈ ഈക്വൽ ടു 66 എന്നൊരു ഇക്വേഷൻ വരും. അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? 7 പേനയുടെയും 3 പെൻസിലിൻ്റെയും വില. അപ്പം 7 പേന പ്ലസ് 3 പെൻസിലിൻ്റെയും വില ചേർത്താൽ എത്രയാണ്? 111 രൂപയാണ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടല്ലേ. ഞാൻ എൻ്റെ സൗണ്ടിൻ്റെ ഒപ്പം അത് നിങ്ങൾക്ക് കേൾക്കാമായിരിക്കും. ശ്രദ്ധിച്ചിരുന്നോ കേട്ടോ. ഇനി എന്ത് ചെയ്യുക? നമ്മളിവിടെ നിന്ന് എക്സും വൈയും 2 വേരിയബിൾസ് വന്നിട്ടുണ്ട്. നമുക്ക് 2 വേരിയബിളുമായിട്ട് 2 അൺനോൺ, ഇത് അറിഞ്ഞുകൂടാ, ഇത് അറിഞ്ഞുകൂടാ, 2 അൺനോൺ വേരിയബിളുമായിട്ടുള്ള യാത്ര നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരാളെ ക്യാൻസൽ ചെയ്യണം. ഒരാളെ ക്യാൻസൽ ചെയ്യാനുള്ള മാർഗം എന്താ? ഈ 3y-യും 3y-യും മൈനസ് ചെയ്യാൻ പോവില്ലേ? അപ്പം നമ്മൾ ഈ 2 ഇക്വേഷനും എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പോൾ അതെന്താവും? 4x ആവും. നിങ്ങൾക്ക് ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ മൈനസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നെഗറ്റീവൊക്കെ വരുമ്പോൾ ആകെ ഒരു വിഷമമായിരിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഈ ഇക്വേഷനെ ഈ ചെറിയ ഇക്വേഷനെ താഴെ എഴുതാമേ. 4x പ്ലസ് 3y ഈക്വൽ ടു 66. അപ്പോൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്താൽ 7x മൈനസ് 4x എന്ന് വെച്ചാൽ എന്ത് വരും? 3x. 3y മൈനസ് 3y 0 ആകും. 111 മൈനസ് 66 എത്ര വരും? 55 എന്ന് വരും. സോ 3x ഈക്വൽ ടു 45. 3x ഈക്വൽ ടു 45. സോ x ഈക്വൽ ടു 45/3. x ഈക്വൽ ടു 45/3. ദാറ്റ് ഈസ് ഈക്വൽ ടു 15. ഒരു പേനയുടെ വില എത്രയാണ്? 15. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നാൽ ഒരു പേനയുടെ വില എന്ന് പറയുന്നത് 15 രൂപയാണ്. നോക്കൂ, നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ പറഞ്ഞിരുന്നു എന്താണ്? 7 പേനയുടെയും ഇഷ്ടമുള്ള ഇക്വേഷൻ കൊടുക്കാം കേട്ടോ. അത് ആദ്യത്തെ ഇക്വേഷനിൽ തന്നെ കൊടുക്കാം. 4 പേനയുടെയും 3 പെൻസിലിൻ്റെയും വില എന്ന് പറയുന്നത് 66 രൂപയാണ്. നമുക്കിപ്പോൾ ഓൾറെഡി എന്ത് കിട്ടി? പേനയുടെ വില 15 എന്ന് കിട്ടി. അപ്പോൾ സോ 4 × 15 പ്ലസ് 3y ഈക്വൽ ടു 66. 15 4 60 ആണല്ലോ. 60 പ്ലസ് 3y ഈക്വൽ ടു 66. സോ ഇവിടെ നിന്ന് 3y ഈക്വൽ ടു 66 മൈനസ് 60, അതായത് 3y ഈക്വൽ ടു 6 എന്ന് കിട്ടും. y ഈക്വൽ ടു 6/3. ദാറ്റ് ഈസ് ഈക്വൽ ടു 2. നമുക്ക് പെൻസിലിൻ്റെ വില എന്ന് പറയുന്നത് 2 രൂപയാണ്. ശരിയല്ലേ? നമുക്കിത് നമ്മുടെ ആൻസറിൽ നിന്ന് കൊടുത്ത് നോക്കാം. ഇതെല്ലാം ശരിയാണോ എന്ന് നോക്കാം. ഈ ഇക്വേഷനിൽ തന്നെ കൊടുക്കാം. അതായത് ഇതിനകത്ത് പേനയുടെ വിലയും പെൻസിലിൻ്റെ വിലയും കൊടുത്ത് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടണം? 66 കിട്ടണം. നോക്കാം. 4 × 15 3 × 2 കറക്റ്റ് അല്ലേ? 15 4 60ആയി. 4 പേന മേടിച്ചപ്പോൾ 60 രൂപയായി. 3 പെൻസിൽ മേടിച്ചപ്പോൾ 6 രൂപയായി. രണ്ടും കൂടി ചേർത്തപ്പോൾ 66 രൂപയായി. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത രണ്ടാമത്തെ ചോദ്യം. ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 26 cm. Another rectangle with twice the length and thrice the breadth has perimeter
62 centimeters. What are the length and breadth of the first rectangle? ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 26 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറൊരു റെക്റ്റാങ്കിൾ എടുക്കുന്നു. എങ്ങനെ ആ റെക്റ്റാങ്കിളിൻ്റെ അളവുകളുടെ പ്രത്യേകത എന്താ? ട്വൈസ് ദ ലെങ്ത് ആൻഡ് ത്രൈസ് ദ ബ്രെഡ്ത്ത്. ആദ്യം ഉണ്ടായിരുന്ന റെക്റ്റാങ്കിളിൻ്റെ വശങ്ങളുടെ നീളം എത്രയാണോ അതിൻ്റെ 2 മടങ്ങാണ് പുതിയതിൻ്റെ നീളം, അതിൻ്റെ 3 മടങ്ങാണ് വീതി. ഏത്? പുതിയ ചതുരത്തിൻ്റെ. അപ്പോൾ അതിൻ്റെ ചുറ്റളവ് എത്രയാണ്? 62 ആണ്. വാട്ട് ആർ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ ഫസ്റ്റ് റെക്റ്റാങ്കിൾ? നോക്കാം. നമ്മൾ ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ലെങ്തിനെ എക്സ് എന്നും ബ്രെഡ്ത്തിനെ വൈ എന്നും വിളിച്ചാൽ 2x-ഉം 2y-യും ആഡ് ചെയ്യുന്നതാണല്ലോ ചുറ്റളവ് എന്ന് പറയുന്നത്, പെരിമീറ്റർ എന്ന് പറയുന്നത്. അതായത് 2 × x + y ആണ് പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ. അത് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അവർ 26 എന്ന് തന്നിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇതിൽ നിന്ന് പുതിയൊരു റെക്റ്റാങ്കിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്തിൻ്റെ 2 മടങ്ങാണിത്. അതായത് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2x. ഇതിനെ എങ്ങനെ എഴുതാം? വീതിയുടെ 3 മടങ്ങാണ് എഴുതുന്നത്. അപ്പോൾ വീതി y ആണെങ്കിൽ ഇവിടെ എത്ര വരണം? 3y. അപ്പോൾ ഇവിടെ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരണം? പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ 2 × x + y, അതായത് 2x + 3y എന്ന് പറയുന്നത് എത്രയാണ്? 62. ഇനി ഞാൻ ഈ ചിത്രത്തിൽ നിന്ന് മാറി 2 ഇക്വേഷനും കൂടെ ഒന്നിച്ചൊന്ന് എഴുതിയേക്കാമേ. ഇക്വേഷൻ ഇതാണ്. ഫസ്റ്റ് ഇക്വേഷൻ 2x + y = 26. രണ്ടാമത്തത് 2 × 2x + 3y = 62. ഇവിടെ നിന്ന് ഈ ഇക്വേഷൻ ഇതെങ്ങനെ മാറും നോക്കിക്കോ. ഈ ഇക്വേഷനിൽ ഇത് ഇംപ്ലൈസ് കൊടുത്തു കഴിഞ്ഞാൽ x + y = ഈ 2 × 2 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഡിവിഷനാവും. ദാറ്റ് ഈസ് 26 / 2. അത് വേണമെങ്കിൽ മായ്ച്ചിട്ട് നമുക്ക് 13 എഴുതാം. ഓക്കെ. ഇവിടെ നിന്നും ഇക്വേഷൻ എങ്ങനെ മാറും? 2x + 3y = 62 / 2. അതും 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എന്തായി മാറും? നമുക്ക് 31 എന്ന് എഴുതാം. ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. മുന്നത്തെ ചോദിച്ച് ചെയ്തതുപോലെ ഇത് ഒരെണ്ണം ഇല്ല, ക്യാൻസൽ ചെയ്യാം. ഒരെണ്ണം ക്യാൻസൽ ചെയ്യാൻ ഒരുപോലെ ഒന്നും അല്ലല്ലോ ഇവിടെ ആരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ ഒരുപോലെ ആക്കുക. ഇത് അതായത് ഏതെങ്കിലും ഒരു വേരിയബിൾ എക്സിനോ വൈയുടെയോ വേരിയബിൾ സെയിം ആക്കുക. ഇത് 2x, ഇവിടെ വെറും x, ഇവിടെ y 3y. അപ്പോൾ ഒരുപോലെ ആക്കാൻ ഇവിടെ ഒരു 2 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ഈ ഇക്വേഷനെ 2 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ എന്തായി? × 2. ഫസ്റ്റ് ഇക്വേഷനെ × 2 ഇട്ട് മൾട്ടിപ്ലൈ. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരുപോലെ ആക്കാൻ. ദാറ്റ് ഈസ് 2 × x 2x + 2 × y 2y = 13 × 2 26. ഇപ്പം എന്താ ഒരുപോലെ ആയി. അപ്പോൾ നമുക്ക് മൈനസ് ചെയ്യാം. മൈനസ് ചെയ്താൽ 2x-ഉം 2x-ഉം ക്യാൻസലായിപ്പോവും. 3y-ൽ നിന്ന് 2y കുറച്ചാൽ 1y. ജസ്റ്റ് y എന്ന് എഴുതിയാൽ മതി കേട്ടോ. = 31 - 26 എത്രയാണ്? 5. ഓക്കെ. വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് 5 കിട്ടി. അപ്പോൾ ഏതെങ്കിലും ഒരു ഇക്വേഷനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ അതാ ഈ ഇക്വേഷൻ തന്നെ നമുക്ക് കൊടുക്കാം. ഈ ഇക്വേഷനിൽ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്ര? എക്സ് എന്ന് പറയുന്നത് വൈയുടെ വാല്യൂ 5 ആണ്. ദെൻ x = 13 - 5 8 എന്ന് കിട്ടും. അപ്പം ഒന്ന് നമുക്ക് ഈ റെക്റ്റാങ്കിളും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കാം. ഇവിടെ നമുക്ക് കിട്ടിയത് എക്സിൻ്റെ വാല്യൂ 8 എന്നും വൈയുടെ വാല്യൂ 5 എന്നുമാണ്. സോ ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 26. പെരിമീറ്റർ 26 ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തേതല്ലേ. അപ്പോൾ ഇത് 5, ഇത് 8, ഇത് 5. സോ 16 + 5 + 5 10 = 26. കറക്റ്റ് അല്ലേ? പിടികിട്ടിയല്ലോ നിങ്ങൾക്ക്. ഇപ്പോൾ 2 ഇക്വേഷൻ വന്നാൽ സോൾവ് ചെയ്യാൻ പഠിച്ചല്ലോ. കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കണം. ഈ മോഡൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്ക് ഞാൻ ടീച്ചർ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ. ഒരു 3 ചോദ്യങ്ങൾ ഞാൻ ചെയ്തിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചർക്ക് കമൻ്റായിട്ട് ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. ഓക്കെ.